ഹായ് സ്റ്റുഡൻസ്, എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തിയറിയിലെ തേർഡ് പോയിൻ്റാണ്, അതായത് ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറിയിലെ മൂന്നാമതായി വരുന്ന പോയിൻ്റാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് തിയറി. അതായത് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് മാക്സ് വെബറാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ 1884 മുതൽ 1920 വരെയാണ്. അപ്പോൾ ഇദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് എന്താണ് ഒബ്ജക്റ്റീവ്സ് മാക്സിമം ഒബ്റ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ കളക്ട് ചെയ്യുക, ഇത് തന്നെയാണ് മാക്സ് വെബർ ഉദ്ദേശിച്ചത്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഹൈറാർക്കി ലെവലായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് സ്ട്രിക്റ്റ്ലി അദ്ദേഹം കുറച്ച് അദ്ദേഹത്തിൻ്റെ രീതിയിലായിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മെയ്ഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അത് എംപ്ലോയീസിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. എംപ്ലോയീസ് അതനുസരിച്ച് കൊണ്ട്, അതായത് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അദ്ദേഹം എംപ്ലോയീസിനോട് കമാൻഡ് ചെയ്യുന്നു. എംപ്ലോയീസ് അതെന്ത് ചെയ്യുന്നു, അത് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷനിലെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യിക്കുന്നു. അപ്പോൾ ഇവിടെ മാക്സ് വെബർ പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സിനാണ് അദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിന് വേണ്ടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അദ്ദേഹം മേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു മാക്സ് വെബറിൻ്റെ ഒന്നെങ്കിൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയി വരുന്നത്, ഫസ്റ്റ് വൺ ഈസ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഈ ഒരു മാക്സ് വെബർ ഫോം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ സ്പെഷ്യൽ ചെയ്തുകൊണ്ട് ഓരോ ലാബേഴ്സിനെയും, അതായത് ഇവർ ഓരോ വർക്കിനെയും ഡിവൈഡ് ചെയ്ത് വെക്കും. അങ്ങനെ വർക്കിനെ ഡിവൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് അതിന് ആപ്റ്റായിട്ടുള്ള ഓരോ ലാബേഴ്സിന് ഓരോന്നിനും ആ ഒരു ഇതിലോട്ട് റിക്രൂട്ട് ചെയ്യും. രണ്ടാമത് ഹൈറാർച്ചിയൽ മാനേജ്മെൻറ്റ് സ്ട്രക്ചർ. ഹൈറാർച്ചിക്കൽ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സ്ട്രക്ചറാണ്. അതായത് ഇവിടെ ഏറ്റവും അപ്പർ പൊസിഷനിലുള്ള ആ ഒരു വ്യക്തി ആയിരിക്കും എംപ്ലോയീസിനോട് കമാൻഡ് ചെയ്യാൻ ചെയ്യുന്നത്. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂൾസ് ഉണ്ടാവും, ഗൈഡ് ലൈൻസ് ഉണ്ടാവും. എംപ്ലോയീസിനോട് അടിച്ചമർത്തിക്കൊണ്ട് അവരെ കമാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ഒരു ഹൈറാർച്ചിക്കൽ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഇവിടെ ഉണ്ടാകും. നെക്സ്റ്റ് പോയിന്റ്, കോമ്പിറ്റൻസസ് ഫോർ ജോബ് അപ്പോയിൻമെൻറ്റ്സ്. അതായത് ഇവിടെ ഈ ഒരു മാക്സ് വെബർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തികളെയും റിക്രൂട്ട് ചെയ്യുന്നത്? സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിലോ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. അദ്ദേഹം എത്രത്തോളം എഡ്യൂക്കേറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് ഓരോ ആൾക്കാരെയും റിക്രൂട്ട് ചെയ്തിരുന്നത്. ഫോർത്ത് പോയിന്റ് ഈസ് ഇംപേഴ്സണാലിറ്റി ഇൻ ബ്യൂറോക്രസി. ഫോർത്ത് പോയിന്റ് പറയണത്, ഇവിടെ ഏതൊരു വ്യക്തിക്കും എല്ലാവർക്കും ഈക്വലേക്കാണ്, അതായത് ആർക്കും ഒരു മുൻഗണന ഇല്ല എന്നാണ് പറയണത്. ഫിഫ്ത്ത് പോയിന്റിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് ഇവിടെ ഈ വെബ് മാക്സർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. എന്ത് ചെയ്യാനും, അതായത് അവിടുത്തെ ഓപ്പറേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിക്റ്റഡ് പ്രൊസീജിയർ ഉണ്ട്. അതായത് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ആ ഒരു പ്രൊസീജിയർ ഉണ്ട്. സിക്സ്ത് പോയിന്റ്, ഫോർമൽ റിട്ടൺ റെക്കോർഡ്സ്. ഇവിടെ നമ്മൾ റെക്കോർഡ്സ് എഴുതി വെക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് തിയറി, അതായത് മാക്സ് വെബർ കോൺട്രിബ്യൂട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്കിത് രേഖപ്പെടുത്താം. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് മാനേജർ. അപ്പോൾ ആരാണ് മാനേജർ? ഈ മാനേജർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു സെറ്റ് ഓഫ് പീപ്പിൾസ് വർക്ക് ചെയ്യുന്നുണ്ടാക്കും. അപ്പോൾ അവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ഈ ഒരു മാനേജറിനെ അവിടെ നമ്മൾ നിയമിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാനേജറിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഓർഗനൈസേഷന് ഗോൾസ് അച്ചീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു മാനേജറിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആ ഒരു സെറ്റ് ഓഫ് പീപ്പിൾസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവരുടെ ടീമിനെ അദ്ദേഹം ഭയങ്കര എഫേർട്സ് ഒക്കെ എടുപ്പിച്ചുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷന് ഗോൾസ് അച്ചീവ് നേടിക്കൊടുക്കുകയാണ്. അതാണ് ഒരു മാനേജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് മാനേജർ കീ റോളാണ്. അതായത് സാധാരണ ഒരു മാനേജറിൻ്റെ പ്രൈമറി ആയിട്ടുള്ള റോൾസ് എന്തൊക്കെയാണ്? ആ ഒരു ഓർഗനൈസേഷനിൽ പ്ലാനിങ് ചെയ്യുക, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുക, ലീഡർഷിപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് എന്തൊരു
പ്രൈമറി ആയിട്ടുള്ള ഒരു മാനേജറിൻ്റെ റോളുകൾ, ഒരു ഓർഗനൈസേഷനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാനേജർ കീ റോളിന് ഇതിന് പുറമെ, ഈ ഒരു പ്രൈമറി ആയിട്ടുള്ളൊരു ഇതിന് പുറമെ നമ്മൾ 3 ഡയമെൻഷൻസ് ഓഫ് മാനേജീരിയൽ കീ റോൾസ് പഠിക്കുന്നുണ്ട്. ഒരു ടോട്ടലി 10 മാനേജർ റോളാണ് അതിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് 3 ഡയമെൻഷൻസ് ഓഫ് മാനേജീരിയൽ വർക്ക്. ഇവിടെ എന്താണ്, പല കോൺട്രിബ്യൂട്ട്സും, അതായത് ഹെൻറി ഫയോളും ഇതുപോലത്തെ പല കോൺട്രിബ്യൂട്ട്സും മാനേജീരിയൽ കീ റോളിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് പറയാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഹെൻറി മെൻസ്ബർഗ് എന്ന് പറഞ്ഞൊരു കോൺട്രിബ്യൂട്ടർ എന്ത് ചെയ്തു, ഇതിനെ പറ്റി, അതായത് ഒരു മാനേജീരിയൽ കീ റോളിനെ പറ്റി ഒരു എക്സ്പെരിമെൻ്റ്, ഒരു ഒബ്സർവേഷൻ ചെയ്തു. അതായത് അദ്ദേഹം പല പല കാറ്റഗറിയിൽപ്പെട്ട ഓർഗനൈസേഷൻസ് സെലക്ട് ചെയ്തിട്ട് അവിടുത്തെ മാനേജേഴ്സിൻ്റെ കീ റോൾസ് എന്തൊക്കെയാണ് അദ്ദേഹം നിരീക്ഷിച്ചു. അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പല കീ റോൾസും മനസ്സിലായി. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു 3 ഡയമെൻഷൻസ് ഓഫ് മാനേജീരിയൽ വർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്തു. അതായത് അത് 3 രീതിയിലോട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 10 ടൈപ്പ് ഉണ്ട് മാനേജീരിയൽ കീ റോൾസ്. പക്ഷെ 3 ക്ലാസിഫൈ ചെയ്തിട്ട് അതിൽ മൂന്നത്തിൻ്റെയും സബ് പോയിന്റ്സ് ആയിട്ടാണ് ഓരോ ടൈപ്പും വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇന്റർപേഴ്സണൽ. അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഫിഗർ ഹെഡ്, ലീഡർ, ലിയാസൺ. എൻ്റെ വണ്ണാണ് ഇൻഫോർമേഷണൽ. അതിൻ്റെ കീഴിൽ മോണിറ്റർ, ഡിസെമിനേറ്റർ, സ്പോക്ക് പേഴ്സൺ. തേർഡ് വൺ ഡിസിഷണൽ, ഓൺട്രപ്രണർ, ഡിസ്റ്റർബൻസ് ഹാൻഡലർ, റിസോഴ്സ് അലോക്കേറ്റർ, നെഗോഷിയേറ്റർ. ഇതാണ് റോൾസിൻ്റെ സ്ട്രക്ചർ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഇന്റർപേഴ്സണൽ റോള്. അതായത് ഇവിടെ നമ്മൾ ഹ്യൂമൻസുമായിട്ട് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരിക. അവരോടുള്ള പെരുമാറ്റവും റിലേഷൻഷിപ്പാണ് ഈ ഒരു കാറ്റഗറിയിൽ പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആരാണ്, അവിടുത്തെ ലാബേഴ്സാണ്. അപ്പം അവരോടുള്ള ഒരു മാനേജറിൻ്റെ റിലേഷൻഷിപ്പും ഇൻട്രാക്ഷൻസിനെ പറ്റിയിട്ടുമാണ് ഇതിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഫിഗർ ഹെഡ്. അപ്പോൾ ഫിഗർ ഹെഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു സെറ്റ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. അവരുടെ മാനേജർ എന്ന് പറയുന്നത് നല്ല രീതിയിലോട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണും അതുപോലെ തന്നെ കമാൻഡ് ചെയ്യാൻ മാത്രം അദ്ദേഹത്തിന് അറിയുകയുള്ളൂ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നും ഒരൊറ്റ ഒപ്പീനിയൻസ് പോലും അദ്ദേഹം അവരുടെ സജഷൻസോ ഒപ്പീനിയൻസോ ഒന്നും അദ്ദേഹം മാനിക്കൂല. അദ്ദേഹത്തിന് എന്താണോ ഡിസിഷൻ മേക്ക് ചെയ്തത് അത് മാത്രമേ അദ്ദേഹം ചെയ്യുള്ളൂ. പക്ഷെ അതിന് പകരമായിക്കൊണ്ട് ഒരു സെറ്റ് ഓഫ് പീപ്പിൾസിനെ മാനേജർ ലീഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കാഷ്വൽ ടോക്സ് ഒക്കെ ചെയ്യുന്ന ഒരു മാനേജർ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വ്യക്തികൾ ഏത് രീതിയിലോട്ടുള്ള മാനേജേഴ്സിലേക്ക് സെലക്ട് ചെയ്യുക, രണ്ടാമത്തെ കാറ്റഗറി ആയിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ഫിഗർ ഹെഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലീഡർ. അതായത് ഇപ്പോൾ ലീഡർ എന്ന് പറയുമ്പോൾ ഒരു മാനേജറിൻ്റെ അപ്പർ പൊസിഷനിലുള്ളൊരു വ്യക്തി ഉണ്ടാകും. അദ്ദേഹമാണ് ലീഡർ, മാനേജറിനെ ഒരു ലീഡർ ആക്കിക്കൊണ്ട് ഈ ഒരു സെറ്റ് ഓഫ് പീപ്പിൾസിനെ ലീഡറാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു ലീഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള അംഗങ്ങളെ ഇൻസ്ട്രക്ഷൻസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവരെ കൊണ്ട് എഫിഷ്യൻസി ആയിക്കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവരെ മോട്ടിവേഷൻ ചെയ്യാനുള്ള കഴിവുണ്ടാവണം. അതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് ടീമിലെ ഒരു വർക്കർ നല്ല രീതിയിലോട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് റിവാർഡ് കൊടുത്ത് ചെയ്യാനുള്ളൊരു കഴിവുകൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ റോൾസാണ്. ഒരു മാനേജറിൻ്റെ റോളാണ് ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് ലിയാസിയൻ. അതായത് ഒരു മാനേജറിന് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലാണെങ്കിലും അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ പുറത്താണെങ്കിൽ പോലും അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. അപ്പോൾ ഒരു മാനേജറിന് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലോട്ട് വേണം എന്നാണ് ഈ ഒരു ലിയാസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്റർപേഴ്സണൽ റോൾസ് ആയിട്ട് വരുന്നത്. രണ്ടാമതൊരു ക്ലാസിഫൈഡ് റോളാണ് ഇൻഫോർമേഷണൽ റോൾസ്. അതായത് ഇൻഫോർമേഷണൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഈ മാനേജേഴ്സിന് പല രീതിയിലോട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടും. അപ്പോൾ അത് അപ്പറിനായിക്കോട്ടെ അല്ലെങ്കിൽ സറൗണ്ടിങ്സിനായിക്കോട്ടെ ആ ഒരു ഇൻഫോർമേഷൻസ് കിട്ടണ വഴി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസൊക്കെ അറിയിച്ചു കൊടുക്കാം ആണ് ഇൻഫോർമേഷണൽ റോൾസ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് മോണിറ്റർ. അപ്പം മോണിറ്റർ എന്ന് പറയുമ്പോൾ ഒരു മാനേജർ എന്ന് പറയുന്ന വ്യക്തി എല്ലാ സമയവും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് എന്തൊക്കെ ചേഞ്ച് വരുന്നു, ഏതൊക്കെ സിറ്റുവേഷനിൽ എന്തൊക്കെ ചേഞ്ച് വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്ത് വെക്കണം. എന്നിട്ട് ഇങ്ങനെ ചേഞ്ച് വരാം അല്ലെങ്കിൽ ഏതൊക്കെ ചേഞ്ചുകൾ വരാം എന്ന് മോണിറ്റർ ചെയ്തുകൊണ്ട് അതിന് അഡ്വാൻസ് ആയിക്കാണ്ട് ഒരു ഇൻഫോർമേഷൻസ് റെഡിയാക്കുക. ഈ ചേഞ്ചുകൾ വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം, അതിന് അഡ്വാൻസ് ആയിട്ടൊരു ഇൻഫോർമേഷൻസ് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് മോണിറ്റർ എന്ന് പറയുന്നത്.
രണ്ടാമത്തത് ഡിസെമിനേറ്റർ. അങ്ങനെ അദ്ദേഹം മോണിറ്റർ ചെയ്തുകൊണ്ട് കുറേ ഇൻഫർമേഷൻസ് കണ്ടെത്തിയിട്ടുണ്ടാക്കും. അതിൽ ആവശ്യമുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, എംപ്ലോയീസിന്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എംപ്ലോയീസിന് അയച്ചു കൊടുക്കുക. ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവരെ അറിയിക്കുക. മൂന്നാമത്തത് സ്പോക്ക് പേഴ്സൺ. അതായത് ഒരു മാനേജർ എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല രീതിയിലുള്ള സ്പോക്ക് പേഴ്സൺ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അവരുടെ ടീം എന്ന് പറയുന്നത് മേ ബി നല്ലൊരു അച്ചീവ്മെൻ്റ് ഒക്കെ നേരിട്ടുള്ള ടീമാവാം, അല്ലെങ്കിൽ ഇതിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് നല്ല രീതിയിൽ നല്ലൊരു സ്പോക്ക് പേഴ്സൺ ആയിക്കൊണ്ട് നമ്മൾ മറ്റുള്ള ആളുകളോട് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കണം, സ്പോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഇവരോടൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇവരോടൊക്കെ ആ ഒരു മാനേജർ ഒരു സ്പോക്ക് പേഴ്സൺ ആയിട്ടുള്ള നല്ല രീതിയിലോട്ടാണ് അവരോട് ഈ ഒരു കാര്യങ്ങൾ പറയേണ്ടത്. പ്രോബ്ലം ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെൻ്റ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് നല്ലൊരു രീതിയിൽ സ്പോക്ക് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. മറിച്ച് അയാൾക്കൊരു സ്പോക്ക് പേഴ്സൺ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ലൈക്ക് അയാൾ പറയണൊക്കെ ഒരു നെഗറ്റീവ് രീതിയിലോട്ട് ആ ഒരു കാര്യങ്ങൾ പോവുകയും അപ്പോൾ എന്താണ് നമ്മുടെ ടീമിന് അവിടെ ഒരു വില കുറഞ്ഞ് കാണുകയും ചെയ്യണത്. അപ്പോൾ ഇതാണ് ഇൻഫോർമേഷണൽ റോൾസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. മൂന്നാമത്തേണ് ഡിസിഷണൽ റോൾസ്. അതായത് ഒരു മാനേജറിൻ്റെ മെയിനായിട്ടുള്ള ഒരു ജോബ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഡിസിഷൻസ് മേക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ഓൺട്രപ്രണർ. അതായത് ഈ ഒരു മാനേജർ തന്നെ ഒരു സമയത്ത് ഒരു ഓൺട്രപ്രണർ ഒരു മാനേജർ ആവുന്നു എന്ന് പറയട്ടെ. അതായത് ഒരു സിംഗിൾ പേഴ്സൺ ഫേം ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരൊറ്റ ഫേമിൽ ഈ ഒരു വ്യക്തി മാത്രമാണ് അവിടെ എന്ത് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഓണർ ഇയാൾ തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾ തന്നെയാണ് അവിടുത്തെ മാനേജർ എന്ന് പറയുന്നത്. അതായത് ഒരു ഓൺട്രപ്രണർ തന്നെയാണ് അവിടുത്തെ മാനേജറായിട്ട് വരുന്നത്. അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു മാനേജർ എന്ന് പറയുന്നു. രണ്ടാമത്തെ ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ. അതായത് ഇപ്പോൾ ഒരു മാനേജറിൻ്റെ കേസ് വെച്ച് പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പുറത്താണെങ്കിലും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഉള്ളിലാണെങ്കിലും കുറേ പ്രശ്നങ്ങൾ, കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മാനേജറാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകേണ്ടത്, ആരൊക്കെ തമ്മിൽ ഇഷ്യൂ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഈ ഒരു മാനേജറാണ്. അതിന് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ഒരു ഡിസിഷൻ എടുക്കുന്നു. മൂന്നാമത്തത് റിസോഴ്സ് അലോക്കേറ്റർ. അതായത് മാനേജറാണ് എത്രത്തോളം റിസോഴ്സ് കൊടുക്കുക, അത് എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു മാനേജറാണ്. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ഡിസിഷൻ മേക്ക് ചെയ്യുന്നു. നാലാമത്തത് നെഗോഷിയേറ്റർ. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു ഫയോളിൻ്റെ 40 പ്രിൻസിപ്പിൾസിൽ സബോർഡിനേറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ഓരോ എംപ്ലോയീസും ആരെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യേണ്ടത്, ആ ഒരു ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. അതിന് ശേഷമുള്ളൂ സിംഗിൾ ഇൻട്രസ്റ്റ് ഒക്കെ. ഓർഗനൈസേഷൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മുടെ സിംഗിൾ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അല്ല. അപ്പം അതിന് ചൊല്ലി കുറേ നെഗോഷിയേഷൻസ് ഒക്കെ വരലുണ്ട്. അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് ഓരോ ഡിസിഷൻസൊക്കെ ഈ ഒരു മാനേജർ മേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് ഹെൻറി മിൻസ്ബർഗിൻ്റെ മാനേജീരിയൽ റോൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സോഫ്റ്റ് സ്കിൽസ് ഫോർ മാനേജേഴ്സ്. ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ കഴിയും. കാരണം ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലാണെങ്കിലും അതിൻ്റെ പുറത്താണെങ്കിലും മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ അവരുടെ എംപ്ലോയീസിൻ്റെ കീഴിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് അവരുടെ ട്രസ്റ്റ് എടുക്കുക, അവരുടെ റിലേഷൻ ആവുക, അതുവഴി പ്രൊഡക്ടിവിറ്റി കൂട്ടാം. പിന്നെ അഡാപ്റ്റബിലിറ്റി അറിയുമ്പോൾ നമ്മുടെ ഒരു ബിസിനസ് എൻവറോൺമെൻറ്റിൽ ചേഞ്ചസ് എപ്പോഴാണ് വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ മാനേജേഴ്സ് എന്തൊക്കെ ചലഞ്ചസ് വന്നാലും അതിനെ അഡാപ്റ്റ് ആയിക്കൊണ്ട് ഓവർകം ചെയ്തു പോകുന്നു. മൂന്നാമത്തത് എംപതി ആൻഡ് സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു മാനേജേഴ്സിന് അവരുടെ ഓർഗനൈസേഷനിലുള്ള കീഴിലുള്ള ടീം വർക്കേഴ്സിൻ്റെ ഫീലിങ്സും എമ്പതിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരൊന്ന് പരിഗണിക്കുക, ഒന്ന് മാനേജ് ചെയ്യുന്നു. പിന്നെ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവന്ന് അതിനെ മാനേജ് ചെയ്യുന്നു. പിന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അതായത് മൈൻഡ് സെറ്റ് അറിയുമ്പോൾ ഇവിടെ മൈൻഡ് സെറ്റ് എങ്ങനെ ഗ്രോത്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എഫേർട്ടിലൂടെയും ലേണിങ്ങിലൂടെയാണ് മൈൻഡ് സെറ്റ് ഗ്രോത്ത് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാനേജേഴ്സ് അത് ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യുന്നു,
അവരുടെ മൈൻഡ് സെറ്റ് കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ മാനേഴ്സിനും അതൊരു ബെനിഫിറ്റ് ആവണം. കാരണം എംപ്ലോയീസിനെ കൊണ്ട് മൈൻഡ് സെറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ അത് ബോത്ത് എഫക്റ്റ് ചെയ്യുന്നു, രണ്ടുപേർക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ, അതായത് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിലും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, അതൊക്കെ നമ്മുടെ മാനേജർ സോൾവ് ചെയ്യുന്നു. നെക്സ്റ്റ് കൺസിസ്റ്റൻസി ആൻഡ് റിലയബിലിറ്റി. ഇതിൽ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ അവിടെ അവരുടെ എംപ്ലോയീസിൻ്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നു. പക്ഷെ റിലയബിലിറ്റിയിൽ എന്താ പറയണമെന്ന് വെച്ചാൽ എല്ലാ എംപ്ലോയീസിനെയും ഒരേപോലെയാണ് അദ്ദേഹം കാണുന്നത്. അവിടെ പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാതെ എല്ലാ എംപ്ലോയീസിനും ഒരുപോലെയാണ് കാണുന്നത്. നെക്സ്റ്റ് ടീം വർക്കാണ്. ടീം വർക്ക് എന്ന് പറയുമ്പോൾ അവരോടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് ടീമിലൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുന്നു. പിന്നെ ഇൻ്റർപേഴ്സണൽ സ്കില്ലും അതും അത് തന്നെയാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് അതൊക്കെ അതിൽ പെടുന്നു. പിന്നെ പ്രോബ്ലം സോൾവിങ് നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ടോപ്പിക്കാണ് കീ മാനേജറിയൽ ചാലഞ്ചസ് ഓവർവ്യൂ. അപ്പോൾ ഒന്നാമത്തത് മാനേജിങ് പീപ്പിൾ. അതായത് ഒരു മാനേജർ ആ ഒരു ഓർഗനൈസേഷനിലുള്ള പീപ്പിൾസിനൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അവരുടെ കോൺഫ്ലിക്ട്സ് ഒക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടും അതായത് ഓരോരുത്തരുടെ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടും അവിടുത്തെ ഓൾ ഇൻ ഓൾ, അതായത് അവിടുത്തെ ഓരോ എംപ്ലോയിയുടെയും കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം പറയുന്നുണ്ട്. രണ്ടാമത്തത് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. അതായത് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ വരികയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഫേമിൻ്റെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കുന്നു. അതായത് നമ്മൾ ക്ലാരിറ്റി ഇല്ലാതെ എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അവരത് മിസ്ലീഡ് ചെയ്തുകൊണ്ട് അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രൊഡക്ഷൻ അത് എഫക്റ്റ് ചെയ്യുന്നു. തേർഡ് പോയിന്റ് ഈസ് ടൈം മാനേജ്മെൻറ്റ്. അതായത് ഒരു മാനേജർ എല്ലാ കാര്യത്തിലും ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ഒരു റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു ടൈം കീപ്പ് ചെയ്യണം. ഫോർത്ത് പോയിന്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ പ്രഷർ. അതായത് ഒരു മാനേജർ ഫ്രീലെസ് ആയിട്ടുള്ള ലൈഫല്ല ജീവിച്ചു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ ഡിസിഷൻ മേക്കിങ്ങും അദ്ദേഹം ഉണ്ടാക്കുന്നത് ഈ പ്രഷർ, അദ്ദേഹത്തിന് കുറേ സ്ട്രെസ് ലെവൽസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെയാണ് ഒരു ഓർഗനൈസേഷനിലോട്ട് വേണ്ടിയിട്ടുള്ള എല്ലാ ഡിസിഷൻസും അദ്ദേഹം മേക്ക് ചെയ്യണത്. ഫിഫ്ത്ത് പോയിന്റ് അഡാപ്റ്റിംഗ് ടു ചേഞ്ച്. അതായത് നമ്മുടെ എൻവിറോൺമെൻറ്റിൽ ഇപ്പോൾ മാർക്കറ്റ് ബേസ് ആയിക്കോട്ടെ, മാർക്കറ്റ് ട്രെൻഡ് ഇതൊക്കെ മാറണതിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സും മാറണം. കാരണം മാർക്കറ്റ് ട്രെൻഡ് മാറുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ മാറുന്നു. അപ്പോൾ ബിസിനസ്സും അതിനനുസരിച്ച് മാറണം. അപ്പോൾ അതിനനുസരിച്ചുള്ള അഡാപ്റ്റിങ്സ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇതൊരു വേറെ ചലഞ്ചാണ്. നെക്സ്റ്റ് മെയിൻറ്റെയിനിങ് എംപ്ലോയി മോട്ടിവേഷൻ. അതായത് ഒരു എംപ്ലോയിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അതായത് നമ്മൾ എല്ലാ എംപ്ലോയിയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു വർക്കിൻ്റെ ലെവൽ അവിടെ കുറഞ്ഞുകൊണ്ട് വെക്കും. അപ്പോൾ നമ്മൾ ഓരോ എംപ്ലോയിനെയും മോട്ടിവേറ്റ് ചെയ്യുക, റിവാർഡ് കൊടുത്തുകൊണ്ട് കാരണം മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഏഴാമത്തത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. അതായത് സ്വാഭാവികമായിട്ടും ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും കോൺഫ്ലിക്റ്റ്, അതായത് പ്രശ്നങ്ങളുണ്ടാകും. അത് പിന്നെ രണ്ട് എംപ്ലോയീസ് തമ്മിലാണെങ്കിൽ പോലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാനേജറാണ് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒരു മാനേജർ ചലഞ്ചസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. അതായത് നമ്മൾ ഒരു മാനേജർ ആ ഒരു മാനേജ്മെൻറ്റ് എല്ലാ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസൊക്കെ വാല്യൂ ചെയ്ത് കൊണ്ടുപോകുന്നു. അവർക്ക് അതിനുള്ള റിവാർഡ് കൊടുക്കുന്നു. അതൊക്കെയാണ് ചെയ്യുന്നത്. ഒമ്പതാമത്തെ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ചുള്ള കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ആ രീതിയിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്നത് ആരാണ്? മാനേജറാണ്. പത്താമത്തെ മെയിൻറ്റെയിനിങ് വർക്ക് ലൈഫ് ബാലൻസ്. അതായത് ഒരു മാനേജർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് ലൈഫും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നോർമൽ ലൈഫും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഇതൊക്കെ ഒരു ചലഞ്ചിങ് ആയിട്ടാണ് ഒരു മാനേജറിന് വരുന്ന ചലഞ്ചസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയാണ് ഒരു മാനേജർ ചലഞ്ചസ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്, അതായത് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ ഏകദേശം ഒരു ടോപ്പിക് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം കേട്ടോ.